ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോക്കർ മേറ്റ്. SLK ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, SLKയുടെ സെമി ഫൈനൽസ് ഈ 14th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഗെയിം കാലിക്കറ്റ് വേഴ്സസ് കണ്ണൂർ FC ആണ്. നമ്മൾ ഓൾറെഡി തൃശ്ശൂർ വേഴ്സസ് മലപ്പുറം FCയുടെ പ്രിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ചാനൽ അവൈലബിൾ ആണ്. കാണാത്ത ആൾക്കാർ അത് പോയി കാണാം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓൾറെഡി പറഞ്ഞല്ലോ, കാലിക്കറ്റ് വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ് FCയുടെ ഒരു പ്രിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ എനിക്ക് കാലിക്കറ്റ് ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്ന് വെച്ചിട്ട് ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു ബയസ്നെസ്സും കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഇതെങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എനിക്കെങ്കിലും ഒരു 6-7 പോയിന്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ കളിയെ ഡിസൈഡ് ചെയ്യുന്ന ഞാൻ കരുതുന്ന ഒരു 6-7 ഫാക്ടേഴ്സ്. അത് ഓരോ ഫാക്ടറും ഏത് ടീമിന് ഫേവറബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കെങ്കിൽ കാലിക്കറ്റിൻ്റെ ഒരു ഡിഫൻസീവ് ഡിസിപ്ലിനാണ്. നമുക്ക് ഈ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ കാലിക്കറ്റ് ഇതുവരെ ആകെ വഴങ്ങിയിട്ടുള്ളത് 11 ഗോളുകളാണ്. അതുപോലെ തന്നെ അവർക്ക് ഡിഫൻസിൽ നല്ലൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കെങ്കിൽ കൗണ്ടർ അറ്റാക്കിങ് ആൻഡ് സ്പീഡാണ്. ഇത് കണ്ണൂരിന് അഡ്വാൻറ്റേജ് ആവുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ ഒരു ട്രാൻസിഷൻ പ്ലസ് ദെയർ വിങ്ങേഴ്സ്, അതൊരു ഡെഡ്ലി കോംബോ ആണ്. എപ്പോഴൊക്കെ ട്രാൻസിഷൻ വരുമോ അവരുടെ വിങ്ങേഴ്സ് ബോളുമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത് അവരെ ഗെയിം കാണുന്ന ആളുകൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് അവർക്ക് ഈ ഗെയിമിൽ കിട്ടിക്കഴിഞ്ഞെങ്കിൽ അത് കണ്ണൂർ ഭയങ്കരമായിട്ട് മുതലെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡ് ടെമ്പോ ആര് കൺട്രോൾ ചെയ്യുന്നുള്ളത്. കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കാലിക്കറ്റ് ഭയങ്കര സ്ലോ ഗെയിം അല്ലെങ്കിൽ കൺട്രോൾഡ് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ കണ്ണൂർ അങ്ങനെയല്ല. കണ്ണൂർ ഭയങ്കര കയോട്ടിക്കായിട്ട് അതിൻ്റെ കൂടെ സ്പീഡും, ഇതാണ് അവരുടെ ഗെയിം. ഗെയിം എത്രമാത്രം എന്താ പറയുക, ആ ഒരു കൺട്രോൾ എതിർ ടീമിനില്ല. അവർക്ക് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺട്രോൾ വേണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ എതിർ ടീമിനും ആ മിഡ്ഫീൽഡിൽ ആ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ അതൊരു കണ്ണൂരിന് അഡ്വാൻറ്റേജ് ആയി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു എൻഡ് ടു എൻഡ് ഗെയിം ആവും. എൻഡ് ടു എൻഡ് ഗെയിം വരുമ്പം ട്രാൻസിഷൻസ് ഒരുപാടുണ്ടാവും. അത് കണ്ണൂരിന് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അവരെ സ്പീഡി വിങ്ങേഴ്സ് കൂടി വരുമ്പം ഐ തിങ്ക് ഇറ്റ് വിൽ ബി ആൻ അഡ്വാൻറ്റേജ് ഫോർ കണ്ണൂർ. പക്ഷേ കാലിക്കറ്റ് മിഡ്ഫീൽഡ് അത്യാവശ്യം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ, ആ ഒരു യൂഷ്വൽ ഗെയിം അവർക്ക് കളിക്കാൻ പറ്റി കഴിഞ്ഞെങ്കിൽ കണ്ണൂരിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ബിഗ് മാച്ച് മെൻറ്റാലിറ്റിയാണ്. കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ത്രൂ ഔട്ട് ദ സീസൺ നല്ല മെച്യൂരിറ്റിയും നല്ല കമ്പോഷറും ഒക്കെ കാണിക്കുന്ന ഒരു ടീമാണ്. പോരാത്തതിന് അവരൊരു ചാമ്പ്യനാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എപ്പോഴും ഉണ്ടാകും. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു മൊമെൻറ്റത്തിൻ്റെ മുകളിൽ കളിക്കുന്ന ടീമാണ്. കാര്യം അവരെ സീസൺ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ നിങ്ങൾക്ക് ഒത്തിരി സ്റ്റെബിലിറ്റി ഉള്ള ഒരു ടീമല്ല. കാര്യം അവർക്ക് എന്തെങ്കിലും ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു എനർജിയൊക്കെ വന്നു കഴിയുമ്പോൾ നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അതിപ്പം ഒരു ഫൈനലിലേക്കോ അല്ലെങ്കിൽ ഒരു സെമി ഫൈനലിലേക്കോ ഒക്കെ വരുമ്പോൾ ഒരു 1-2 ഗോൾ ആദ്യമേ ലീഡ് വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ബിഗ് മാച്ച് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഐ തിങ്ക് കാലിക്കറ്റിന് ഫേവറബിൾ ആയിട്ട് വരാനാണ് സാധ്യത. പിന്നെയുള്ളൊരു കാര്യം ഹെഡ് ടു ഹെഡ് ആണ്. ഹെഡ് ടു ഹെഡ് എന്ന് പറയുമ്പം ഈ സീസൺ നോക്കിക്കഴിഞ്ഞെങ്കിൽ 2 കളി കഴിഞ്ഞു. അതിലൊന്ന് കാലിക്കറ്റ് ജയിച്ചു, മറ്റേത് ഡ്രോ ആയിരുന്നു. അത് ഒരു ഫാക്ടറാണ്. നിങ്ങൾ ചോദിക്കാൻ വേണമെങ്കിൽ ഓൺലി 2 ഗെയിം അല്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു ഓപ്പോസിഷൻ ടീമിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതൊരു ഫാക്ടറാണ്. എസ്പെഷ്യലി അതൊരു സെമി ഫൈനലോ ഫൈനലിലേക്കൊക്കെ വരുമ്പം അതൊരു മെൻ്റൽ അഡ്വാൻറ്റേജ് ഓപ്പോസിഷൻ ടീമിന് കൊടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഹിയർ കാലിക്കറ്റിന് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നുള്ളത് വിന്നിങ് സ്ട്രീക്കാണ്. അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഒരു 5 ഗെയിം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീമുകളുടെ ഫോം നോക്കിക്കഴിഞ്ഞാൽ കാലിക്കറ്റ് കഴിഞ്ഞ 5 കളിയും ജയിച്ചു വരുന്നൊരു ടീമാണ്. പിന്നെ കണ്ണൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ അവസാന കളി ജയിച്ചു. പക്ഷേ അതിന് മുന്നുള്ള 4 കളികളിൽ 3 തോറ്റു, 1 ഡ്രോ ആവുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതും ഓഫ് കോഴ്സ് കാലിക്കറ്റിന് ഫേവറബിളായിട്ട് പോകുന്നൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹോം അഡ്വാൻറ്റേജ് ആണ്. കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഒന്നാമത് അവരെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കളി നടക്കാനും പോകുന്നത്. അപ്പോൾ അത് കണ്ണൂരിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അല്ലെങ്കിൽ ചെറുതായിട്ട് അലോസരപ്പെടുത്താൻ സാധ്യതയുള്ളൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ പേപ്പറിലുള്ള കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന കൺസിഡർ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് മാത്രമാണ്.
പക്ഷേ ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനൽ പോലുള്ള മത്സരങ്ങൾ വരുമ്പം ഇതിനൊക്കെ അപ്പുറം ആ ഒരു ദിവസം പിച്ചിൽ നടക്കുന്ന ചെറിയൊരു കാര്യം പോലും ഒരുപാട് ഫൈനൽ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൊണ്ട് രണ്ട് ടീമിനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എൻ്റെ ഒരു വെർഡിക്റ്റ് എന്ന് പറയുമ്പം ഐ തിങ്ക് കാലിക്കറ്റ് വിൽ വിൻ ദിസ് ഗെയിം വിത്ത് ഈസ്. ഒരു 2-0 അല്ലെങ്കിൽ ഒരു 2-1 എന്നുള്ളൊരു മാർജിനിൽ കാലിക്കറ്റ് ജയിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രഡിക്ഷൻസ് അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലും മെൻഷൻ ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.